So next is budgetary control techniques. സോ 6 ബഡ്ജറ്ററി കൺട്രോൾ ടെക്നിക്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിൽ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ വേണ്ടത് ഫസ്റ്റ് രണ്ടെണ്ണത്തിൻ്റെ, അതായത് പ്ലാനിംഗ് പ്രോഗ്രാം ബഡ്ജറ്ററി സിസ്റ്റം PPBS ആൻഡ് സീറോ ബേസ് ബഡ്ജറ്റിംഗ്. ഓക്കെ, ബാക്കി 4 നിങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്താൽ മതിയാവും. അതായത് വേരിയൻസ് അനാലിസിസ്, റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്, അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് ഫണ്ട്സ്, ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ്. സോ ഫസ്റ്റ് വൺ ഈസ് പ്ലാനിംഗ് പ്രോഗ്രാം ബഡ്ജറ്ററി സിസ്റ്റംസ് PPBS. ഓക്കെ, സോ പ്ലാനിംഗ് പ്രോഗ്രാമിംഗ് ബഡ്ജറ്ററി സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെ മൂന്നിൻ്റെയും, അതായത് പ്ലാനിംഗ് പ്രോഗ്രാമിംഗ് ആൻഡ് ബഡ്ജറ്റിംഗ്, ഓക്കെ, ഇതിൻ്റെ ഒരു കോമ്പിനേഷനെയാണ് നമ്മൾ PPBS എന്ന് പറയുന്നത്. സോ ദിസ് അപ്രോച്ച് അറ്റംപ്റ്റഡ് ടു ഇൻ്റഗ്രേറ്റ് ഇൻ വൺ സിസ്റ്റം ദി എലമെൻറ്റ്സ് ഓഫ് പ്ലാനിംഗ്, പ്രോഗ്രാമിംഗ് ആൻഡ് ബഡ്ജറ്റിംഗ് ഓൾ ടുഗെദർ ആൻഡ് വാസ് കോൾഡ് പ്ലാനിംഗ് പ്രോഗ്രാമിംഗ് ബഡ്ജറ്റിംഗ് സിസ്റ്റം. ഓക്കെ, ഇതെല്ലാം കൂടി ഒരു സിംഗിൾ സിസ്റ്റത്തിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിനെയാണ് പ്ലാനിംഗ് പ്രോഗ്രാമിംഗ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ഫേസ് എന്ന് പറയുമ്പോൾ പ്ലാനിംഗ് ആണ്. സോ പ്ലാനിംഗ് എന്ന് വെച്ചാൽ ഒരു ലോങ് ടേം ഓർഗനൈസേഷണൽ ഗോള് നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് എടുക്കുന്ന ആ ഒരു സ്ട്രാറ്റജി, ഓക്കെ, അതാണ് പ്ലാനിങ്. ആൻഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുമ്പോൾ ദ ഡീറ്റെയിൽഡ് സ്കെഡ്യൂൾ ഓഫ് ആക്ടിവിറ്റീസ്, ആ ഒരു ഓർഗനൈസേഷണൽ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് നമുക്ക് ഫങ്ഷൻ ചെയ്യേണ്ട, ആ ഓർഗനൈസേഷനിൽ ഫങ്ഷൻ ചെയ്യേണ്ട ഓരോ ഡിപ്പാർട്ട്മെൻറ്റൽ ആക്ടിവിറ്റീസും അതിൻ്റെ ഒരു സീക്വൻസ്. ഓക്കെ, സോ അതാണ് പ്രോഗ്രാമിങ്ങിൽ വരുന്നത്. ആൻഡ് ഇൻ പ്രോഗ്രാമിങ്ങിൽ നമ്മൾ ഹ്യൂമൻ റിസോഴ്സ്, അതുപോലെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്, റിസർച്ച്, ഇതെല്ലാം ഡിറ്റർമൈൻ ചെയ്യും. ആൻഡ് ഫൈനലി ബഡ്ജറ്റിംഗ്. സോ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്ന നേരത്ത് ഈ ഓരോ ആക്ടിവിറ്റീസിനും അല്ലെങ്കിൽ ഓരോ ഫങ്ഷൻസിനും, ഡിപ്പാർട്ട്മെൻറ്റൽ ഫങ്ഷൻസിന് വേണ്ട എമൗണ്ട്, ഓക്കെ, സോ ഓരോ പ്രോഗ്രാമിൻ്റെ പാർട്സിനും വേണ്ട എമൗണ്ടിനെയാണ് അല്ലെങ്കിൽ ആ ഒരു റിസോഴ്സ് ലൊക്കേഷനെയാണ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. സോ നമ്മൾ ആ ഒരു ആനുവൽ ബഡ്ജറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, സോ ഇതിൻ്റെ മൂന്നിൻ്റെയും കോമ്പിനേഷൻ, ഇഫ് യു ആർ ഇൻ്റഗ്രേറ്റിംഗ് all these three into a single system, that is known as PPBS. Okay, so this is the first technique. The next technique is zero based budgeting. Okay, so zero based budgeting എന്ന് പറയുകയാണെങ്കിൽ we are starting from a zero, ഒരു സീറോ എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതിനെയാണ്. ഓക്കെ, അതായത് ഇപ്പോൾ 2020 സപ്പോസ് 2020 ഒരു ബഡ്ജറ്റ് നമുക്ക് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, സോ 2019 ഓൾറെഡി നമ്മൾ ഒരു ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്തായിരുന്നു. ആൻഡ് അതിൽ നിന്ന് നമുക്ക് ഓക്കെ ഇൻകമിൽ നിന്നും എക്സ്പെൻസസിൽ നിന്നും നമുക്ക് സേവിങ്സ് എത്ര വന്നു എന്ന് ഒരു കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് ഇപ്പോൾ 2019 നമ്മുടെ കമ്പനിയുടെ ടോട്ടൽ റവന്യൂ, ഓക്കെ, സോ ഒരു റവന്യൂ കിട്ടും. ആ റവന്യൂ ആൻഡ് നമ്മൾ ഇൻപുട്ട് ചെയ്ത കോസ്റ്റ്, ഓക്കെ, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു നമ്മൾ എക്സ്പെൻഡ് ചെയ്ത ആ എമൗണ്ട്, എക്സ്പെൻഡിച്ചർ. സോ ഈ റവന്യൂ ആൻഡ് കോസ്റ്റ് ഉണ്ട്. ഓക്കെ, സോ ഇഫ് ദിസ് റവന്യൂ മൈനസ് കോസ്റ്റ് നമുക്ക് ഓക്കെ ഇതിൻ്റെ ഡിഫറൻസ് എടുക്കാൻ നേരത്ത് ഇഫ് യു ആർ ഗെറ്റിംഗ് എ പോസിറ്റീവ് വാല്യൂ മീൻസ് നമുക്ക് പ്രോഫിറ്റ് ആണ് കിട്ടിയത്. ആൻഡ് ഇതൊരു നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് ലോസ് ആണ്. ഓക്കെ, നെഗറ്റീവ് എന്ന് പറയുമ്പോഴത്തേക്ക് റവന്യൂ കുറവാണെങ്കിൽ, ഓക്കെ, അല്ലെങ്കിൽ ആ കമ്പനിയുടെ ഇൻകം കുറവാണെങ്കിൽ ദാറ്റ് മീൻസ് വാട്ട് വി ആർ ഹാവിങ്, ദ കമ്പനി ഈസ് ഹാവിങ് എ ലോസ്. ഓക്കെ, സോ ഇങ്ങനെ ഒരു കേസിൽ സോ പ്രോഫിറ്റോ ലോസോ ആയിരിക്കാം കമ്പനിക്ക്. അപ്പോൾ 2019 ഇതിൽ ഏതെങ്കിലും ഓക്കെ പ്രോഫിറ്റോ ലോസോ ആയിരിക്കാം. പക്ഷേ നമ്മൾ ഈ പ്രോഫിറ്റോ ലോസോ ഒന്നും തന്നെ 2020 കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ, സോ 2020 ഈ പ്രോഫിറ്റോ ലോസോ അതെല്ലാം സീറോ ആയിട്ട് തന്നെ എടുത്തിട്ട് ഓക്കെ, അതായത് നമ്മൾ ക്യാരി ഓവർ ചെയ്യുന്നില്ല. ഇവിടെ ഇപ്പോൾ പ്രോഫിറ്റോ ലോസോ എന്തോ ആയിക്കൊള്ളട്ടെ, അത് നമ്മൾ 2020 ക്യാരി ഓവർ ചെയ്യുന്നില്ല. ഓക്കെ, കാരണം 2020 നമ്മൾ ഫ്രഷ് ആയിട്ടൊരു സ്റ്റാർട്ട് ചെയ്യണം, അതായത് ഒരു സീറോ എമൗണ്ട് വെച്ചിട്ട്, ഓക്കെ, സീറോ ബേസ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇതിനെയാണ് സീറോ ബേസ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ പ്രീവിയസ് ഇയറിൽ ഒരു എമൗണ്ടും നമ്മൾ നെക്സ്റ്റ് ഇയറിൻ്റെ ബഡ്ജറ്റ് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് എടുക്കുന്നില്ല. ആ സേവിങ്സ് ഒക്കെ സീറോ ആയിട്ട് അസ്യൂം ചെയ്യുകയാണ്. ഓക്കെ, സോ ദിസ് ഈസ് നോൺ ആസ് സീറോ ബേസ് ബഡ്ജറ്റിംഗ്. പക്ഷേ നമ്മൾ 2000 അതായത് പ്രീവിയസ് ഇയറിൽ നിന്ന് എന്താണ് ഓക്കെ പ്രീവിയസ് ഇയറിൽ നിന്ന് എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രീവിയസ് ഇയറിലെ നമുക്ക് പ്രീവിയസ് ഇയറും ഈ നെക്സ്റ്റ് ഫ്യൂച്ചർ വരാൻ പോകുന്ന ഇയറും തമ്മിൽ ഒരു കമ്പാരിസൺ നടത്താൻ പറ്റും. ഓക്കെ, അതായത് നമ്മളുടെ ഇപ്പം നമുക്ക് സപ്പോസ് ലോസ് ആണ്, കമ്പനിക്ക് ലോസ് ആണ് ഉണ്ടായതെങ്കിൽ ഓക്കെ നമുക്കൊരു കറക്റ്റീവ് ആക്ഷൻ അവിടെ ചെയ്യാൻ പറ്റും.
ഓക്കെ. സോ കമ്പനിക്ക് ലോസ് ആണ് ഉണ്ടായെങ്കിൽ എന്തുകൊണ്ടാണ് ലോസ് ഉണ്ടായെന്നുള്ള കാര്യങ്ങൾ ഫസ്റ്റ് റെക്ടിഫൈ ചെയ്യാം. ഓക്കെ. സോ കോസസ് എന്തുകൊണ്ടായിരിക്കും ലോസ് ഉണ്ടായത് എഗെയിൻ. ഇപ്പോൾ നെക്സ്റ്റ് ഇയർ വരാൻ നേരത്ത് ഓക്കെ ആ ലോസസ് ഉണ്ടാകാനായിട്ട് ചിലപ്പോൾ നമുക്ക് അനാവശ്യമായിട്ട് കമ്പനിക്ക് എക്സ്പെൻസസ് വന്നിട്ടുണ്ടാകും. ഓക്കെ. സോ ആ എക്സ്പെൻസസ് ഒക്കെ എലിമിനേറ്റ് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ കമ്പനിയിൽ പ്രയോറിറ്റി കൂടിയ ആക്ടിവിറ്റീസ് മാത്രം എടുക്കുക. സോ അതായത് നമ്മളിപ്പോൾ ടോട്ടൽ ഓരോ ആക്ടിവിറ്റീസും കുറേ ആക്ടിവിറ്റീസ് കാണും. ഈ ആക്ടിവിറ്റീസിനെയൊക്കെ റാങ്ക് ചെയ്യുക 1, 2, 3 ഓക്കെ അങ്ങനെ ഒരു റാങ്കിങ് പ്രിപ്പയർ ചെയ്യുക. സോ ഈ റാങ്കിങ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും പ്രയോറിറ്റി ഉള്ളത് 1 ഓക്കെ, സെക്കൻഡ് പ്രയോറിറ്റി 2 അങ്ങനെ റാങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ റാങ്കിങ്ങിൻ്റെ ബേസിസിൽ നമുക്ക് എത്ര ബഡ്ജറ്റാണ് ഓരോ ആക്ടിവിറ്റിയിലും വേണ്ടതെന്ന് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഓക്കെ. സോ ഇതിനെയാണ് സീറോ ബേസ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് 2019 നമ്മൾ ആകെ എടുക്കുന്നതെന്ന് വെച്ചാൽ വി ആർ ടേക്കിംഗ് അതായത് പാസ്റ്റ് ഒബ്ജക്റ്റീവ്സ് മാത്രമേ എടുക്കുന്നുള്ളൂ. ഓക്കെ. അതല്ലാതെ ഇവിടെ വി ആർ സ്റ്റാർട്ടിങ് ഫ്രം എ സീറോ ബേസ്. സോ ഇതിനെയാണ് സീറോ ബേസ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. സോ ഇൻ സീറോ ബേസ് ബഡ്ജറ്റിംഗ് എവറി കമ്മിങ് ഇയർ ബഡ്ജറ്റ് ഇസ് പ്രിപ്പയർഡ് ഓൺ എ നിൽ ഓർ സീറോ ബേസ്. ഓക്കെ. അതായത് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് നിൽ അല്ലെങ്കിൽ സീറോ ബേസിൽ നിന്നാണ്, സീറോ സേവിങ്സിൽ നിന്നാണ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. സോ ഇൻസ്റ്റെഡ് ഓഫ് ടേക്കിംഗ് ദ ലാസ്റ്റ് ഇയേഴ്സ് ബഡ്ജറ്റ് ആൻഡ് അഡ്ജസ്റ്റിംഗ് ദം ഫോർ ഫൈൻഡിങ് ഔട്ട് ദി ഫ്യൂച്ചർ ലെവൽ ഓഫ് ആക്ടിവിറ്റി. ഓക്കെ. സോ അതായത് പുതിയ 2020 ഒരു ആക്ടിവിറ്റി ബഡ്ജറ്റ് ലാസ്റ്റ് ഇയർ ബഡ്ജറ്റിൽ നമ്മൾ എടുക്കുന്നില്ല, പകരം അതിന് ഒരു സീറോ ബേസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. സോ ദാറ്റ് ഈസ് ഇൻകം മൈനസ് എക്സ്പെൻസ് വി ആർ കൺസിഡറിങ് ദാറ്റ് ടു ബി സീറോ. So for a zero based budgeting, the estimated income will be equal to estimated expenses. അല്ലേ? സോ ഇൻകം മൈനസ് എക്സ്പെൻസ് സീറോ എന്ന് വെച്ചാൽ എന്താ, ഇൻകവും എക്സ്പെൻസും ഈക്വൽ ആണെന്നാണ്. സോ എസ്റ്റിമേറ്റഡ് ഇൻകം വിൽ ബി ഈക്വൽ ടു എസ്റ്റിമേറ്റഡ് എക്സ്പെൻസസ്. നമ്മൾ ഇൻകവും എക്സ്പെൻസസും ഈക്വൽ ആണ്, സെയിം ആണെന്ന് എസ്റ്റിമേറ്റ് ചെയ്തിട്ട് ആൻഡ് ഇഫ് ദർ ഇസ് എനി എക്സസ് ഇറ്റ് വിൽ ബി അഡ്ജസ്റ്റഡ്. ഓക്കെ. എക്സസ് ഉണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി അഡ്ജസ്റ്റഡ്. സോ ആൻഡ് in this budget it requires the manager to re-justify the past objective. Okay. So ഇവിടെ നമ്മൾ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാൻ നേരത്ത് വി ആർ പ്രയോറിറ്റൈസിങ് ദി ആക്ടിവിറ്റീസ് ആൻഡ് ലീസ്റ്റ് പ്രയോറിറ്റി ഉള്ളതും അതുപോലെ തന്നെ നമുക്ക് ആവശ്യമില്ലാതെ ഉള്ളതും ആയിട്ടുള്ള ആക്ടിവിറ്റീസ് എലിമിനേറ്റ് ചെയ്യുക. ഓക്കെ. സോ ബൈ സെറ്റിംഗ് പ്രയോറിറ്റീസ് ഫോർ ദി ഫ്യൂച്ചർ. സോ ഇറ്റ് ഇൻവോൾവ്സ് ഡിസിഷൻ പാക്കേജ്, റാങ്കിങ് ആൻഡ് അലോക്കേഷൻ ഓഫ് റിസോഴ്സസ്. ഓക്കെ. ഡിസിഷൻ പാക്കേജ് എന്ന് വെച്ചാൽ ഉള്ള എല്ലാ ആക്ടിവിറ്റീസും നോട്ട് ചെയ്യുക ആൻഡ് ദെൻ റാങ്കിങ്. ഓക്കെ. അതെല്ലാം റാങ്ക് ചെയ്യുക. എന്നിട്ട് ഈ റാങ്കിങ് അനുസരിച്ച് ബഡ്ജറ്റ് അലോക്കേറ്റ് ചെയ്യുക. ഓക്കെ. സോ ദിസ് ഇസ് സീറോ ബേസ് ബഡ്ജറ്റിംഗ്. നെക്സ്റ്റ് അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ സീറോ ബേസ് ബഡ്ജറ്റിൻ്റെ ഫസ്റ്റ് വൺ ഇസ് ജസ്റ്റിഫൈഡ് സ്പെൻഡിങ്. നമുക്ക് സ്പെൻഡിങ്ങിൽ ജസ്റ്റിഫിക്കേഷൻ കൊടുക്കുക. അതായത് കഴിഞ്ഞ ഇയറിനേക്കാളും കുറച്ചും കൂടി ജസ്റ്റിഫൈ ആയിട്ടുള്ള എക്സ്പെൻസസ് കുറച്ചിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. ബഡ്ജറ്റിംഗ്. സോ ദാറ്റ് ഈസ് ജസ്റ്റിഫൈഡ് സ്പെൻഡിങ്. ഐഡൻറ്റിഫൈസ് റിഡൻഡൻസീസ്. ഓക്കെ. റിഡൻഡൻസീസ് എന്ന് വെച്ചാൽ നമുക്ക് അതായത് ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക. ആൻഡ് ഫോക്കസ് യൂസ്ഡ് ഓഫ് റിസോഴ്സസ്. ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള മാനറിൽ റിസോഴ്സ് യൂസ് ചെയ്യുക. ന്യൂ ആൻഡ് ഓൾഡ് പ്രോജക്ട്സ് ആർ കമ്പയർഡ്. ഓക്കെ. വി ആർ കമ്പയറിങ് അതായത് ലാസ്റ്റ് ഇയറിലെയും അതുപോലെ തന്നെ 2020 ആ ഒരു ബഡ്ജറ്റ് കമ്പാരിസൺ നടത്തുക അല്ലെങ്കിൽ പ്രൊജക്റ്റ് കമ്പാരിസൺ നടത്താം. ഓക്കെ. ആൻഡ് ഇതിൽ വേസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് വേസ്റ്റ്ഫുൾ ആയിട്ട് തോന്നിയത് എലിമിനേറ്റ് ചെയ്യുക. ദെൻ ഡിസഡ്വാൻറ്റേജ് ഓഫ് സീറോ ബേസ്ഡ്. സീറോ ബേസിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് കോസ്റ്റ്ലി ആൻഡ് കോംപ്ലെക്സ്. ലോസ് ഓഫ് ലോങ് ടേം പ്ലാനിങ്. ഓക്കെ. ഒരു ലോങ് ടേം പ്ലാനിങ് ഇവിടെ ലോസ് ആകുകയാണ്. കാരണം നമ്മൾ ഓരോ ഇയറിൽ അല്ലെങ്കിൽ ഓരോ പ്രോജക്റ്റിനും വി ആർ സ്റ്റാർട്ടിങ് ഫ്രം എ സീറോ ബേസ്. ഓക്കെ. ഒരു സീറോ എമൗണ്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. സോ ദറ്റ് ഈസ് ലോസ് ഓഫ് ലോങ് ടേം പ്ലാനിങ്. ജഡ്ജിങ് ആൻഡ് പ്രയോറിറ്റൈസിങ് മേ ബിക്കം പൊളിറ്റിക്കൽ. ഓക്കെ. സോ ജഡ്ജ് ചെയ്യാനും ദറ്റ് ഈസ് ആ ഒരു ഡിസിഷൻ മേക്കിംഗ് ടാസ്ക് എന്ന് വെച്ചാൽ ദറ്റ് ഈസ് എ ഡിഫിക്കൽട്ട് വൺ ആൻഡ് ഇറ്റ് ഇസ് മേ നോട്ട് ബി യൂസ്ഫുൾ ഇൻ മാനുഫാക്ചറിങ്. സോ നമ്മളിത് മാനുഫാക്ചറിങ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ കമ്പനിയിൽ ഇത് പ്രാക്ടിക്കൽ അല്ല. ഓക്കെ. ഇത് റിസർച്ച് ഫീൽഡിൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിലൊക്കെയാണ് നമ്മൾ ഇത് യൂഷ്വലി സീറോ ബേസ് ബഡ്ജറ്റിംഗ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ?